ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലൂസിഫർ ചർച്ചിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ലൂസിഫർ ചർച്ച്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും സിനിമയിൽ ഇങ്ങനെ അല്ലല്ലോ കണ്ടതെന്ന്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ലൂസിഫർ ചർച്ചിനുള്ളിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്നത് അർജുനമലയിൽ പോകുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മലയുടെ മുകളിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോ എന്നത് ലൂസിഫർ ചർച്ചിലേക്ക് പോകുന്നൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെയും ചോദിച്ചായിരുന്നു ചർച്ചിലേക്ക് എന്നാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ലൂസിഫർ ചർച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലൂസിഫർ ചർച്ചിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ലൂസിഫർ ചർച്ച്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും സിനിമയിൽ ഇങ്ങനെ അല്ലല്ലോ കണ്ടതെന്ന്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ലൂസിഫർ ചർച്ചിനുള്ളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയത് അർജുനമലയിലേക്കായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോയിൽ ഞാൻ ആ മലയിലെ പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ മലയുടെ പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതായത് ആ മല ആർക്കെങ്കിലും കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ പള്ളിയെക്കുറിച്ച് പറയാം. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ ഉപ്പുകര എന്ന സ്ഥലത്ത് ലോണ്ട്രി 2ാം ഡിവിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ പള്ളി ഇപ്പോൾ അറിയപ്പെടുന്നത് ലൂസിഫർ ചർച്ച് എന്നാണ്. പക്ഷേ ഈ പള്ളിയുടെ റിയൽ ആയിട്ടുള്ള നെയിം മിക്കവർക്കും തന്നെ അറിയത്തില്ല. ഈ പള്ളിയുടെ റിയൽ ആയിട്ടുള്ള നെയിം സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാണ്. ഈ പള്ളി പണിതത് ഏകദേശം 1952 ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഇത് ഏതായാലും നമ്മുടെ നാട്ടിലുള്ള ആരുമല്ല പണിതത്. ഈ പള്ളി പണിതത് ഒരു വിദേശിയാണ്. പുള്ളിയുടെ പേര് M. വിൽക്കി എന്നാണ്. ഈ പള്ളി ഇവിടെ പണിയാനുള്ള പ്രധാന കാരണം എന്നത് ഈ പള്ളി പണിത സമയത്ത് ഈ പ്രദേശത്ത് വേറൊരു പള്ളികളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ആരാധനയോ കാര്യങ്ങളൊന്നും കൂടാൻ വേണ്ടി അങ്ങനെ യാതൊരുവിധ മാർഗ്ഗവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പള്ളി ഇവിടെ പണിതത്. ശേഷം പിന്നെ ഓരോ സഭകൾക്കും ഓരോ പുതിയ പുതിയ പള്ളികൾ വരികയും അവരെല്ലാം അങ്ങനെ അവരവരുടെ പള്ളിയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പള്ളി അങ്ങനെ പ്രവർത്തനമൊന്നുമില്ലാതെ ഇവിടെ ആരാധനയൊന്നും നടക്കാതെ ഈ പള്ളി അങ്ങനെ സ്തംഭിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം 2016-ലാണ് ഈ പള്ളിയിൽ വീണ്ടും ആരാധന നടത്തുന്നത്. ആരാധന നടത്താനുള്ള കാരണം 2016 ഈ പള്ളിയുടെ മെയിൻ പള്ളി, അതായത് ചീന്തലാർ എന്ന സ്ഥലത്താണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടെ പുതിയതായിട്ട് വന്ന അച്ഛൻ ഈ പള്ളി ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുകയും അതിനുശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ പള്ളിയിൽ ആരാധന നടത്താനുള്ള ഒരു രീതിയിൽ എത്തിക്കുകയും ചെയ്തു. ഈ പള്ളിക്ക് ആദ്യമേ ഡ്രാക്കുള പള്ളിയെന്നും പിന്നീട് ലൂസിഫർ പള്ളി എന്നൊക്കെ പേര് വരാനുള്ള കാരണം ഈ മരമൊക്കെ ആയിരിക്കും കാരണം ഈ മരം കണ്ടോ, ഈ മരം മൊത്തത്തിൽ ഉണങ്ങി വേറൊരു ലുക്കിന്, അതായത് ഈ പള്ളിക്ക് പുതിയൊരു ലുക്ക് തന്നെ ഈ മരം തന്നെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം പള്ളിയൊക്കെ ആണെങ്കിലും രാത്രി ഈ പള്ളിയിൽ വരാൻ മിക്കവർക്കും പേടിയായിരിക്കും. കാരണം പള്ളിയുടെ ചുറ്റിനും സെമിത്തേരിയും അതുപോലെ തന്നെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ്. കാരണം ചുറ്റിനും തേയിലക്കാടും മലയും മരവും കാടും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി വരാൻ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ശവക്കല്ലറയൊക്കെ സിനിമയിൽ കാണുന്ന പോലെ സെറ്റൊന്നുമല്ല. ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ള ശവക്കല്ലറയൊക്കെ തന്നെയാണ്. ഈ ശവക്കല്ലറയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പള്ളിയുടെ പഴമ, അതായത് ഈ പള്ളിയുടെ പഴക്കം എന്തോരം ഉണ്ടെന്ന്. കാരണം 1962 അടക്കപ്പെട്ട ശവക്കല്ലറയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കല്ലറ ഏതാണ്ട് 1958 മരിച്ച ഒരു വ്യക്തിയെ അടക്കിയ ഒരു കല്ലറയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്ങാണ്ടാണ് ഈ പള്ളിയിൽ ഇപ്പോൾ ആരാധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയുടെ ഉൾഭാഗം ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഏതായാലും ഞാൻ ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പരമ്പരാഗത രീതിയിൽ പണിതീർത്തിരിക്കുന്ന ഈ പള്ളി എങ്ങനെയാണ് ഇത്തരത്തിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷം ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഏകദേശം 8 ലക്ഷത്തോളം രൂപ മുടക്കി ഈ പള്ളി പുതുക്കി പണിത് കൊടുക്കുകയാണ് ചെയ്തത്. ഫ്രണ്ട്സ്, ഇനി ഈ പള്ളിയിൽ കൂടുതലായിട്ട് ചുറ്റിക്കാണാനൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന മൊത്തം എസ്റ്റേറ്റാണ്. അതായത് പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഈ എസ്റ്റേറ്റ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ബംഗ്ലാവ് ഇതിന് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആ ബംഗ്ലാവിൽ പോയി ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നിങ്ങൾ കാണാത്തതായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വ്ലോഗ്സിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ജും.